ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ കൽക്കി 2298 AD എന്ന സിനിമയിലെ 4th പാർട്ടാണ് ഇപ്പോൾ നോക്കാൻ വേണ്ടി പോകുന്നത്. 3 പാർട്ട് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കാണുക കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ സിനിമയുടെ. അല്ലാത്ത പക്ഷേ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മുടെ ദീപികനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടുത്തെ കോംപ്ലക്സിലെ ആൾക്കാർ ആ വണ്ടിനെ ചെക്ക് ചെയ്ത് പിടിക്കുന്നുണ്ട്. അതുവരെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് കണ്ടത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. കുട്ടി ഞാൻ ഡിസ്റ്റർബ് ചെയ്തോ? എല്ലാരും കൺസൊക്കെ അവിടെ ഇട്ടിട്ട് ഇവിടുന്ന് വേഗം ഓടിക്കും. അതെ, വേഗം പോയാൽ നിൽക്കോളോ. ഞങ്ങൾ നിന്നെ അനുസരിക്കണം. ടീച്ചർ പറഞ്ഞ അനുസരിക്കട്ടെ. റിട്ടയർമെന്റ് കഴിഞ്ഞ് വീട്ടിലേക്ക് കാല് നീട്ടിയിരിക്കല്ലേ? ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. അങ്കിളിനെ യുദ്ധം ചെയ്യാനുള്ള സമയമായി. സുമതി. പേടിക്കണ്ട കേട്ടോ, ആരുടെ കാര്യം ടീച്ചർ നോക്കിക്കോളൂ. കൃഷ്ണൻ വീണ്ടും ജനിച്ചതാണ്. ഗംഭീര. ഇതില്ല.
ബൈ. ബൈ. നല്ല യുദ്ധം എടുക്കട്ടെ ഒന്നുകൂടി സാധിക്കും. അങ്ങനെ കൺഫ്യൂസ് ഒക്കെ ഇവിടെ നിന്ന് ജംഗിലെ പൊട്ടിച്ചു വന്നത് ആളുകൾ. ശരി, എന്നാ കളിച്ചു. അവിടെ കുടുങ്ങിട്ട ബുച്ചി വരും ബുച്ചി. ബുജ്ജിക
ഇവൻ ജയിച്ചു, അമിതാഭ് ബച്ചൻ. 150 days. Impossible ആണെന്ന് കരുതിയ ഫോർമുല നിങ്ങൾ ആ പെൺകുട്ടിയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത സിറം എവിടെ? ജസ്റ്റ് ഒരു ഡ്രോപ്പേ കിട്ടിയുള്ളൂ പണി. സുപ്രീമിനോട് പറയരുത് പ്ലീസ്. ഓൾമോസ്റ്റ് അവളെ കിട്ടിയതാ. അപ്പൊ ഏതൊരുത്തം വന്ന് അവൻ എട്ടടിയുണ്ടെന്ന്. എത്ര ഷൂട്ട് ചെയ്തിട്ടും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അയാളുടെ നെറ്റിയിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരുന്നോ? ഉണ്ട്. എന്തോ ലൈറ്റ് പോലെ അശ്വത്ഥാമ. അവൻ ഈ യുഗത്തിൽ ജനിച്ചവനല്ല. അവന് മരണമില്ല. പുരാണങ്ങൾ സത്യമായിക്കൊണ്ടിരിക്കുന്നു. അശ്വത്ഥാമ പ്രഗ്നന്റായ പെൺകുട്ടി ഗാന്ധീവം. ഭൂമിയിൽ ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നപ്പോൾ നിർമ്മിക്കപ്പെട്ടതാണ് ഈ ആയുധം. ആ യുഗം അവസാനിച്ചപ്പോൾ ഈ ആയുധത്തിന്റെ പവറും ഇല്ലാതായി. ഇപ്പോ ആ പവർ തിരിച്ചു വന്നെന്ന് പറഞ്ഞ അവളുടെ വയറ്റി വളരുന്നത് ഭൂമിയിലെ അടുത്ത ദൈവസാന്നിധ്യമാണ്. ഈ സില്ലി കഥയൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുള്ളത്. ഏതോ ദൈവം വെള്ളക്കുതിരയിലൊക്കെ വരുന്നു. വളരെ പ്രതീകാത്മകമായാണ് അത് പറഞ്ഞിരിക്കുന്നത്. വെള്ളക്കുതിര എന്നത് ജന്മനക്ഷത്ര സൂചകം. 6000 സംവത്സരങ്ങളിൽ ഒരിക്കൽ പ്രത്യക്ഷപ്പെടുന്ന വിശിഷ്ട അശ്വനി നക്ഷത്രം. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ എല്ലാ പ്ലാനറ്റ്സും അണിനിരുന്ന് ഒരു റെയർ എക്ലിപ്സ് ഫോം ചെയ്യാൻ പോവുകയാണ്. The darkest day in 6000 years. ആ നക്ഷത്രം പ്രത്യക്ഷമാകുന്ന അവസാന ദിവസം തീരുന്നതിന് മുൻപ് ആ കുഞ്ഞ് ജനിച്ചില്ലെങ്കിൽ 6000 വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ സംഭവിക്കും. ഈ ജനനം എങ്ങനെയും തടയണം, അല്ലെങ്കിൽ സുപ്രീമിനെ അല്ലെങ്കിൽ സുപ്രീമിനെ കൊല്ലും. ആ കൊല്ല് കലിയുകയല്ലേ, കലിനെ കൊല്ലും. എങ്ങോട്ടാ? ഹലോ, അത് റോഡിലാ. ഇനി പോയാ അവിടെ ഇരിക്കും. അതിനുള്ളൊരു ലോകമുണ്ട്. എന്താണെന്ന് സമാധാനമായിട്ട് പറ. അമ്മ വന്നിട്ടുണ്ട്. ശോഭന, മറിയം. കഴിവെവിടെ? ബാക്കിയുള്ളവരൊക്കെ എവിടെ? നാളേക്ക് വേണ്ടി അറിയില്ല, പക്ഷേ നമ്മുടെ ശത്രുവല്ല. ഇതവിടെ രക്ഷപ്പെട്ടു വന്ന ആ പെണ്ണല്ലേ? ഇവിടെ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? 5 മില്യൺ പൗണ്ടിയാ ഇവർക്ക് നേടിയിരിക്കുന്നത്. കോംപ്ലക്സ് മാത്രമല്ല, ലോകത്തുള്ള ഓരോരുത്തരും അന്വേഷിച്ചോണ്ടിരിക്കുക. ഇവിടെ ആര് രക്ഷിക്കും? ഞാൻ രക്ഷിക്കും. ആരെ നിങ്ങളാരാ? കുറെ പൊക്കോടായിട്ടൊന്നും കാര്യമില്ല. എപ്പോഴെങ്കിലും യുദ്ധം ചെയ്തിട്ടുണ്ടോ? എക്സ്ക്യൂസ് മീ, മഹാഭാരതത്തിലെ ശ്രീകൃഷ്ണനോട് വരെ യുദ്ധം ചെയ്തിട്ടുള്ള ആളാ. ഓക്കെ, ഇവിടെ ഫ്ലെക്സ് ലാൻഡിലേക്ക് കൊണ്ടുപോകുന്ന നല്ലത്. അപ്പൊ ട്രാക്കിംഗ് നടക്കില്ല. നോമൻ തിന്നുകളെ. ഇവിടെ ഇപ്പൊ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറക്കി വിടണം വീരൻ. അവിടെ എങ്ങോട്ടും പോകുന്നില്ല. ചിലപ്പോഴൊക്കെ എന്റെ വിശ്വാസങ്ങൾ സത്യമാകാറുണ്ട്. അമ്മ വന്നിരിക്കുന്നു ദൈവത്തിന് ജന്മം നൽകാൻ അവളുടെ ജന്മനാട്ടിലേക്ക്. ശമ്പാലെ അറിയിക്കാൻ അമ്മ എത്തിയത്
ശമ്പലെ അറിയിക്കും. എല്ലാവർക്കും എന്താ ഭ്രാന്തായോ? ഇവർ ഇവിടെ വന്നത് കൊണ്ട് നമുക്കുണ്ടാകാൻ പോകുന്ന അപകടം എത്ര വലുതാണെന്ന് നിങ്ങൾക്കറിയോ? ഇവള് ലാഭേന്ന് രക്ഷപ്പെട്ടു വന്ന സാധാരണ ഒരു പെൺകുട്ടി മാറാ, അല്ലാതെ പ്രത്യേകത ഒന്നുമില്ല. അതിരിക്കട്ടെ, ജനിക്കാൻ പോകുന്നത് ദൈവമാണെന്നുള്ളതിന് എന്താ തെളിവ്? മഴ പെയ്തു. എത്ര നാൾ കഴിഞ്ഞു? നാളേക്ക് വേണ്ടി മഴയൊന്നുമില്ല, പകുന്നില്ല. ഇപ്പോൾ അശ്വാങ്കൾ എനിക്കത് കാണാൻ പറ്റില്ല. തോൽവി. നോക്കുമോളെ, ഈ ശമ്പാൽ ഇത്രയും നാൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. നിനക്ക് വേണ്ടി എന്ത് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. പറയൂ മോളെ, നിനക്കിപ്പോൾ എന്താണ് വേണ്ടത്? കഴിക്കാൻ എന്തെങ്കിലും? കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് കുറയല്ലേ. ഈ മരം ഞങ്ങളുടെ ക്ഷേത്രം പോലെയാണ്. നല്ല വെള്ളമാണ്, കുടിക്കാം. ഇത് കഴിക്കുമോളെ. ഇതൊക്കെ എങ്ങനെ ഇവിടെ? നിന്നിലേക്ക് എത്താൻ സഹായിച്ച ദിക്സുജി ഇവിടെ നിന്നാണ് കിട്ടിയത്. മരം കേൾത്തതും ഇവിടെയാണ്. അങ്ങനെ ഈ മരത്തിന് ചുറ്റും ശമ്പാലയ്ക്ക് ജീവൻ വെച്ചു. ആ ജീവൻ നഷ്ടപ്പെടുമെന്ന് തോന്നി തുടങ്ങിയപ്പോഴാണ് നീ എത്തിയത്. ശമ്പാലയുടെ വിശ്വാസം സത്യമായി. ഇനിയെല്ലാം നല്ലതേ സംഭവിക്കുമോളെ. ഇവിടെ എല്ലാവരും ഫൈറ്റൊക്കെ കഴിഞ്ഞ് പോവുക. It's him. He's the one. Because of him, we missed her. Bhagava, you're blacklisted. നിന്റെ യൂണിറ്റ്സ് എല്ലാം സീസ് ചെയ്യാണ്. You are permanently banned from the complex. കോംപ്ലക്സിൽ നിന്ന് ബാൻ ചെയ്തു. ഇപ്പോൾ പണി തടസ്സപ്പെടുത്തിയിരുന്നു. എന്തായി? തോറ്റുപോയി. First time. Impossible. ഞാൻ വിശ്വസിക്കില്ല.
നീ പോകോ. എന്നെ പറഞ്ഞോടാ. നീ ഇതിനിടയ്ക്ക് എപ്പോഴാണ് നന്നായേ? ബ്രോ അല്ലെങ്കിലും സൂപ്പറല്ലേ? ഒരു 500 യൂണിറ്റ്സ് കൊടുത്തേക്ക്. അവിടെ നേരെ കഴിക്കട്ടെ. എന്റെ വാടക തരാൻ വല്ല പ്ലാൻ ഉണ്ടെങ്കിലേ അത് നേരത്തെ തന്നെ പറയണേ. എനിക്ക് ഷോക്ക് തന്നാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്ത ആഗ്രഹം ഞാനങ്ങ് വീട്ടിക്കോളാം. ഇത്രയും കാലം കോംപ്ലക്സ് കയറാനായി ഞാൻ ഒരുപാട് ഫൈറ്റ് ചെയ്തു. എല്ലാം അവസാനിച്ചു. എന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഇതാണ് എന്റെ ലൈഫ്. എനിക്കാരുമല്ലോ. പിന്നെ അഭിനയിക്കാൻ ഡൗട്ട് ഉണ്ട് കേട്ടാ. ബ്രോ ഇങ്ങനൊന്നും പറയല്ലേ. നമുക്ക് ഇവിടെ നിൽക്കണം. എന്റെ കൂടെ ശമ്പാലിലേക്ക് പോകും. ശമ്പാല, നീ പോകോ. എന്നെ ആര് കൂടെ കൂട്ടാനാടാ? ഞാൻ എപ്പോഴും പറയാറില്ലേ, ബ്രോയെ ഹീറോ ആയിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ട്. ഞങ്ങളുടെ കൂടെ ചേരും. ഇതൊന്നും അറിയണോ? ശമ്പാലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാകും. എനിക്ക് അവിടെ കിട്ടിയാൽ മതിയാകും. എല്ലാ ഡയറക്ഷനിലേക്കും റൈഡേഴ്സിനെ അയച്ചിട്ടുണ്ട് കമാൻഡർ. അവിടെ പിടിച്ചിരിക്കും. ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഓൾഡ് മാൻ ഉള്ളിടത്തോളം നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഓൾഡ് മാനോ? നിങ്ങളുടെ ആൾക്കാരെയൊക്കെ തീർത്തത് അയാള്. ആരെങ്കിലും പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മാത്രം. ഇവരാരെ മനസ്സിലായില്ല. ഭൈരവ, ബൗണ്ടി ഹണ്ടർ. നമ്മുടെ റൈഡേഴ്സായിട്ട് ഫൈറ്റ് ചെയ്തതിന് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുക. ഏതായാലും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തില്ലേ? ഇനിയിപ്പോ എന്ത് നോക്കണം? അവളെ തിരിച്ചു കൊണ്ടുവരാൻ എനിക്ക് മാത്രമേ പറ്റൂ. നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ റെക്കോർഡ് ചെക്ക് ചെയ്യും. ഇതുവരെ ഒരു ഫൈറ്റും തോറ്റിട്ടില്ല. ഇനി തോൽക്കാൻ പോകുന്നില്ല. ശരി, ഒരു ചാൻസ്. നീ അവളെ തിരിച്ചു കൊണ്ടുവന്ന ഞാൻ തന്നെ നിന്റെ കൈ പിടിച്ച് കോംപ്ലക്സിലേക്ക് കൂട്ടിക്കൊണ്ടു. ഒരു പ്ലാൻ ഇട്ടിട്ടാ വന്നിരിക്കുന്നത് അവന്. ഇനി ഇവിടെ ഒരു പൂജ എന്തോ ചെയ്യാൻ കേട്ടോ, ഒരു പാട്ട് പോലെയാണ്. അവർക്ക് കുറച്ച് സ്പേസ് കൊടുത്തൂടെ? ഈ വടിയൊക്കെ കളഞ്ഞിട്ടേ ശമ്പാലേക്ക് കിക്കാസ് വെപ്പൺ എടുത്തൂടെ? ഇതൊരു സാധാരണ തണ്ടല്ല. എന്റെ പുരാതന യുദ്ധങ്ങളിലെ ആയുധം. എന്നാ പറ, എങ്ങനെയായിരുന്നു യുദ്ധമൊക്കെ? അത് ഇതിനേക്കാളും ഡിപ്രസിംഗ് ആയിരുന്നു അങ്കിൾ. അപ്പോഴും ആളുകളൊക്കെ മരിച്ചിരുന്നോ? എനിവേസ്, ബെസ്റ്റ് ഫൈറ്റർ അങ്കിൾ തന്നെ ആയിരിക്കുമല്ലോ. No one can beat you. ഞാൻ തോറ്റുപോയി. അങ്കിളോ? ആരാ തോപ്പിച്ചേ? ഗാന്ധീവധാരി കുന്തിപുത്രൻ അർജുനൻ. അടിക്കുന്നത് സാധാരണ അശ്വത്ഥാമ, സൃഷ്ടികർത്താവായ ബ്രഹ്മാവിന്റെ ഗാന്ധിയമാണിത്. ഇതിനെ ആർക്കും തടയാനാവില്ല. വിജയ് ജവഹർലാൽ. അപ്പൊ അർജുനനാണല്ലേ ബെസ്റ്റ്? അല്ല, ശക്തനായ മറ്റൊരാൾ. അർജുനനേക്കാൾ പവർഫുൾ. കർണൻ. എന്റെ പ്രിയമിത്രം അദ്ദേഹത്തിന് എന്ത് പറ്റി? കർമ്മം. അദ്ദേഹത്തെ പോലൊരു ധീര യോദ്ധാവിന് സംഭവിക്കാൻ പാടില്ലാത്ത അന്ത്യം. ഈ ആയുധം അദ്ദേഹത്തിൻ്റെതാണ്. അർജുനന്റെ ഗാന്ധീവത്തെക്കാളും ശക്തിയേറിയത്. Wow. എന്നിട്ട് ഇതെന്താ ഇതുവരെ യൂസ് ചെയ്യാത്ത അങ്കിൾ? ഇത് അദ്ദേഹത്തിനെ പ്രയോഗിക്കാനാകൂ. അദ്ദേഹമില്ലെങ്കിൽ ഈ അസ്ത്രത്തിന് ശക്തിയുമില്ല. ഇതിപ്പോൾ ഒരു വൃദ്ധന്റെ ഊന്നുവടി മാത്രമാണ്.
ഇവനവിടെ വിളിച്ചിന് അപ്ഡേറ്റ് ചെയ്യണം. അവിടെ പോയിട്ട് അവനെ പിടിച്ചുകൊണ്ടിരുന്ന ഭൈരവാദിന്റെ എല്ലാ യൂണിറ്റ്സും എനിക്കായിട്ട് ചെലവാക്കിയല്ലേ? Your current balance is 0. ഇതൊക്കെ ശരിയാണോ? Are you sure? ഭൈരവ, മറ്റതില്ല. അവൻ മരിച്ചിട്ടില്ലേ? അപ്പൊ അവളും മരിക്കുന്നില്ലല്ലോ, മറ്റവളെ മലയാളി നടി. എങ്ങോട്ടാ? എവിടെയും ഞാൻ അമ്മയോടൊപ്പം ഉണ്ടാകും. എല്ലാവരും എന്തിനാ എന്നെ അമ്മ അമ്മ എന്ന് വിളിക്കണേ? ഭഗവാന്റെ ഉള്ളിലാണ് സൃഷ്ടികർമ്മം നടക്കുന്നത്. ആ ഭഗവാൻ തന്നെ അവിടുത്തെ ഉള്ളിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾ അമ്മ എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കുക? അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ എനിക്ക് ഇവിടുന്ന് പോയേ പറ്റൂ. അത് വലിയ അപകടമുണ്ടാക്കും. ആർക്ക് അപകടം? ഞാനിവിടെ നിന്നാലാ പ്രശ്നം. എന്റെ കൂടെ നിൽക്കുന്നവർക്ക് മരിച്ചോണ്ടിരിക്കാം. എനിക്ക് മരണമില്ല. എന്റെ കയ്യിൽ കണ്ണുണ്ടായിരുന്നു. ഞാൻ ഷൂട്ട് ചെയ്തിരുന്നെങ്കിൽ കയ്യിലെപ്പോഴും. അവളുടെ ജീവൻ കൊടുക്കാൻ ജനിച്ചവളാണ്, എടുക്കാനല്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതുവരെ ജനിച്ചിട്ട് പോലില്ലാത്ത ഒരു കുഞ്ഞിനെ വേണ്ടി ഇനിയും എത്ര പേരാ മരിക്കാൻ പോകുന്നത്? ഓരോ മരണത്തിന് പിന്നിലും ഒരു പരമാർത്ഥമുണ്ട്. ഈ കുഞ്ഞു ലോകത്തിന് ജീവവായു നൽകുമേ. എന്തുകൊണ്ട് എന്നെ തിരഞ്ഞെടുത്തു? വഹിക്കാൻ ശക്തിയുള്ളവർക്ക് മാത്രമേ ദൈവം കടമകൾ കൊടുക്കൂ. ഭഗവാനെ ഉദരത്തിൽ ചുമക്കണമെങ്കിൽ ഭൂമിയോളം ക്ഷമയുണ്ടാകണമേ. ഭഗവാൻ എന്ന അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിച്ചിരിക്കുന്നു. ജന്മം നൽകേണ്ടത് അവിടുത്തെ ധർമ്മം, കാത്തിരക്ഷിക്കേണ്ടത് എന്റെ കടമ. വൈദ്യനല്ലേ? ഇത് എന്റെ സ്ഥലം, എനിക്ക് തെറ്റില്ല. ഇവനെ കൊണ്ടുപോവുകയാണ് സംഭാലക്സ്. ഇവിടെ അങ്ങോട്ട് ഫുൾ സ്പീഡിൽ സ്ട്രേറ്റ് ഉണ്ട്. അവിടെ വഴിയൊന്നുമില്ല ഭൈരവ. എന്റെ സെൻസറിൽ ഈ വരകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. റോയിനെ വിശ്വസിക്കും. പോ, ഇവിടെ നിന്ന് രേച്ചാൽ അവിടെ ഇടിച്ചാൽ നമ്മുടെ പൊടി പോലെ കാണില്ല. വാ, തിരിച്ചു പോവാം. ഇനിയൊരു തിരിച്ചുപോക്കില്ല. അമ്പാലെ ഫുൾ സേഫ്റ്റി കേട്ടോ. വഴി ആർക്കും അറിയില്ല. വെൽക്കം ടു ശബാര. Look, Neo. Relax, guys. ഇത് ഭൈരവ. He's a great fighter. ഇത് നമ്മുടെ കൂടെ ഉണ്ടാവും. ഇത് വീരനറിയോ? ഞാൻ വീരന്റെ അടുത്തേക്ക് കൊണ്ടുപോവാ. ശരി, എന്റെ കൂടെ വാ. അപ്പൊ ഞാനോ? ഫോർമാലിറ്റീസ് ഫിനിഷ് ചെയ്തിട്ട് കാത് നോക്കിക്കൊള്ളണം. പണിതിറക്കിയിട്ടേ ഉള്ളൂ. പഴുതിറക്കിയിട്ടുള്ളൂ. മലയാളിക്ക് ഗംഭീരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇത്രയും നാൾ കോംപ്ലക്സ് അറിയാതെ മാനേജ് ചെയ്തല്ലേ? അങ്ങോട്ട്. എല്ലാവർക്കും സുഖല്ലേ? മഴ പെയ്തു. എന്താ മഴ പെയ്തോ? മകൻ പറഞ്ഞതുപോലെ അമ്മ വന്നു. ഇതിലെവിടെ? മരത്തിനടുത്ത്. എല്ലാം നല്ല സിമ്പിൾസ് ആണല്ലോ. ഇപ്പതാ ബ്രോയും വന്നു. ഇത് നമ്മൾ എന്തായാലും ജയിക്കും.
സോറി പഠിച്ചു. അപ്പോൾ നമ്മുടെ 4th പാർട്ട് ഇവിടെ അവസാനിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നായകൻ ശമ്പാലേക്ക് എത്തിയിട്ടുണ്ട്, നമ്മുടെ ദിവ്യനെ തപ്പിയിട്ട്. അവിടെ പോയി കയറ്റി കൊടുത്തു എന്ന് പറഞ്ഞാൽ എനിക്ക് കോംപ്ലക്സിൽ ഈസി ആയിട്ട് കയറാം. വളരെ ഹാൻഡ് ഓവർ ചെയ്യണം വില്ലന്മാർക്ക്. അപ്പോൾ ചതിച്ചിട്ട് അവൻ്റെ കൂടെയുള്ള ചങ്ങായിനെ ചതിച്ചിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് കേട്ടോ. അതിൻ്റെ ഇടയിൽ നല്ല ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ അമിതാഭ് ബച്ചനും നമ്മുടെ നായകനും തമ്മിലുള്ള നല്ല ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അടിപൊളിയായിരുന്നു. അപ്പോൾ സീൻ എത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് പാർട്ട് 5 അതാണ് ക്ലൈമാക്സ്. അത് നമ്മൾ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പാർട്ട് 5ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ താഴത്തെ കമൻറ്റായി രേഖപ്പെടുത്തൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ.